നമസ്കാരം. ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ തുടർച്ചയായ 5-ാം ദിവസവും വിപണിയിൽ നഷ്ടം നേരിട്ടിരിക്കുകയാണ്. 2022 ജൂണിന് ശേഷമുള്ള ഒരു ആഴ്ചക്കാലയളവിൽ വീക്ക്ലി ബേസിസിലുള്ള ഏറ്റവും വലിയ നഷ്ടവുമാണ് ഇന്ന് വിപണിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ അനാലിസിസും ഒരു വീക്ക്ലി അനാലിസിസും അതേപോലെ തന്നെ അടുത്ത ആഴ്ച വിപണിയിൽ തിരിച്ചിട്ട് തുടരുമോ എന്നുള്ള ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അപ്പം ഇന്നത്തെ വിപണിയുടെ ഒരു നീക്കങ്ങൾ നമ്മൾ നോക്കിയാൽ തുടർച്ചയായ 5-ാം ദിവസമാണ് വിപണിയിൽ നഷ്ടം രേഖപ്പെടുത്തുന്നത്. നിഫ്റ്റി 25,014 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 235 പോയിൻ്റാണ് നഷ്ടം രേഖപ്പെടുത്തുന്നത്, ഏകദേശം നിയർലി 1%. അതുപോലെ തന്നെ സെൻസെക്സ്, BSEയുടെ സെൻസെക്സ് ആണെങ്കിലും ക്ലോസ് ചെയ്തിരിക്കുന്നത് 81,688 809 പോയിൻ്റ് നഷ്ടം രേഖപ്പെടുത്തി, ഏകദേശം ഓൾമോസ്റ്റ് 1% തന്നെയാണ് നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഇൻഡെക്സിലും ഒരു 1% ഇടിവ് നമുക്ക് കാണാം. ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ 1521 ഓഹരികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ 2266 ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി, 101 ഓഹരികൾ അൺചേഞ്ച്ഡ് നിന്നു, മാറ്റമൊന്നും രേഖപ്പെടുത്തിയില്ല. അതായത് ബ്രോഡർ മാർക്കറ്റിലും തിരിച്ചടിയാണെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്, ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇന്ന് കാര്യമായ നഷ്ടം നേരിട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ IT, PSU ബാങ്ക്, ഈ സെക്ടറുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും നഷ്ടം നേരിട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. മെറ്റൽ സെക്ടറിലും അത്രയധികം നഷ്ടം നേരിട്ടിട്ടില്ല, ഒരു തരത്തിൽ പിടിച്ചിരുന്നു പറയാം. FMCG, ഫിനാൻഷ്യൽ, ഓട്ടോ, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഈ ഇൻഡെക്സുകളിലെല്ലാം 1% മുകളിലുള്ള നഷ്ടം നേരിട്ടായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. മാർക്കറ്റിലൊരു ഫിയർ ഗേജ് വിക്സ് വോൾട്ടാലിറ്റി ഇൻഡെക്സ് ഏകദേശം 7% വർദ്ധിച്ച് 14.13 അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ നമുക്ക് മൊത്തം സിനാറിയോ പറയാനുള്ളത്. പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണ് പ്രതികൂലമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒന്ന്, പശ്ചിമേഷ്യൻ സംഘർഷം തന്നെയാണ്. ഇറാൻ ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്കും അല്ലെങ്കിൽ ആ സംഘർഷം മൂർച്ഛിക്കുന്നതിൻ്റെയും ഇനി ഇസ്രായേലിൻ്റെ ഒരു തിരിച്ചടി എങ്ങനെയാകുമെന്നുള്ളതാണ് വിപണി ഉറ്റുനിൽക്കുന്നത്. അപ്പോൾ ആ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഒരു കാഠിന്യം വർദ്ധിച്ചത് തീർച്ചയായിട്ടും വിപണിയുടെ സെന്റിമെൻറ്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എണ്ണവില ഉയരുന്നതും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു നെഗറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഒക്ടോബറിൽ ഇതിനോടകം ഏകദേശം 9% ക്രൂഡ് ഓയിലിന് വില വർധന രേഖപ്പെടുത്തി കഴിഞ്ഞു. $78 ബാരലിലേക്ക് ബ്രന്റ് ക്രൂഡ് എത്തിയിട്ടുണ്ട്. പിന്നെ ചൈനീസ് ഫാക്ടർ, FIS സെല്ലിങ്ങിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ്. അപ്പം ചൈനയിൽ വന്നിട്ടുള്ള സാമ്പത്തിക ഉത്തേജക പാക്കേജുകളുടെ പിൻബലത്തിൽ ചൈനീസ് വിപണി ഒരു ഉണർവ് കൈവരിക്കുമെന്നും വാല്യുവേഷനിൽ കമ്പാരബിളി ചീപ്പറായിട്ട് നിൽക്കുന്ന ചൈനീസ് മാർക്കറ്റിലേക്ക് കൂടുതൽ നിക്ഷേപം പോകുമെന്നുള്ള ഒരു നിഗമനമാണ്. അതിന് FIS സെല്ലിങ്ങിൻ്റെ പ്രധാന റീസണായിട്ട് പറയുന്നതാണ്. ജിയോ പൊളിറ്റിക്കൽ ഘടകങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ്, നമുക്കറിയാം വിപണി കഴിഞ്ഞ റീസെൻ്റായിട്ട് നടത്തിയിട്ടുള്ള റാലിയുടെ ഭാഗമായിട്ടുണ്ടായ പ്രോഫിറ്റ് ബുക്കിംഗ്, പോസിറ്റീവ് ട്രിഗർ ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും നമുക്ക് കാണാം. പ്രധാനമായിട്ട് 4 ഘടകങ്ങളാണ് വിപണിയിൽ ബാധിച്ചിട്ടുള്ളത്, നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ ആഴ്ചത്തെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 2022 ജൂണിന് ശേഷമുള്ള വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ വിപണിയിൽ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നേരിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റി, അതുപോലെ തന്നെ നിഫ്റ്റി കഴിഞ്ഞ 3 ആഴ്ചകളിലും തുടർച്ചയായിട്ട് നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് വന്നതായിരുന്നു. ഇതിനും ഒരു ബ്രേക്ക് ഉണ്ടായിരിക്കുകയാണ്. അതായത് 3 ആഴ്ചകൾക്ക് ശേഷം നഷ്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് വ്യാപാര ആഴ്ച കൂടിയാണിത്. നിഫ്റ്റിയിൽ 4.7%, ഒരു ഏകദേശം 5% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. BSEയുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ 18 ലക്ഷം കോടിയുടെ ഒരു കുറവ് അല്ലെങ്കിൽ നിക്ഷേപ മൂല്യത്തിൽ നഷ്ടമുണ്ടതായിട്ട് നമുക്ക് കാണാം. വീക്ക്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി, മെറ്റൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും നെഗറ്റീവായിട്ടാണ് നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടിരിക്കുന്ന റിയാലിറ്റി സെക്ടറാണ്. ഏകദേശം 8% നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിൽ തിരിച്ചടി കാണാൻ കഴിയും. നിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള 50 ഓഹരികളിൽ 42 വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ നെഗറ്റീവാണ്. ഒരു ഹീറോ മോട്ടോകോർപ്പാണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തി, ഏകദേശം 9%. ആലോചിക്കണം, സെപ്റ്റംബർ മാസത്തിലെ വിൽപ്പന കണക്കിൽ പ്രതീക്ഷിച്ചതിന് മുകളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുമാണ് ഹീറോ മോട്ടോകോർപ്പിന് ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകൾ റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, L&T ഇവയെല്ലാം ഒരു 6% മുതൽ 7% വരെയുള്ള നഷ്ടവും വീക്ക്ലി ബേസിസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചൊരു ഘടകമാണ് വിദേശ നിക്ഷേപകരുടെ സെല്ലിംഗ് എന്നുള്ളത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ
കഴിഞ്ഞ ദിവസം FIs നടത്തിയ സെല്ലിംഗ് ഇന്നത്തെ ഡേറ്റ് ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ FIs കഴിഞ്ഞ ദിവസം നടത്തി 17,243 കോടി രൂപയുടെ സെല്ലിംഗ് ആണ്. കഴിഞ്ഞൊരു 4 വർഷത്തിനിടയിലെ സിംഗിൾ ഡേ സെല്ലിംഗ് കണക്കിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയതായിരുന്നു കഴിഞ്ഞ ദിവസം നേരിട്ടത്. ഒക്ടോബറിൽ ഇപ്പോൾ ഇതുവരെയുള്ളൊരു ദിവസത്തെ എടുത്ത് നോക്കുമ്പോൾ FIs ഇതിനോടകം ഏകദേശം 21,000 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത് ഇക്വിറ്റീസിൽ. അതേസമയം DIs ഒരു വാങ്ങുന്ന റോളിലേക്ക് നിൽക്കുന്നത് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണുന്നൊരു ഘടകമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിലും FIs അത്ര വലിയ സെല്ലിംഗ് നടത്തിയപ്പോൾ ഏകദേശം 13,000 കോടി രൂപയുടെ ഇക്വിറ്റി ബൈ ചെയ്ത് DIs അവിടെ ഒരു മാർക്കറ്റിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുവരെ അതായത് ഒക്ടോബറിൽ ഈ മാസം ഇതുവരെ 17,500 കോടിയുടെ ഓഹരികളാണ് ബൈ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതായത് FIs ഒരു കടുത്ത സെല്ലിങ്ങിലോട്ട് പോകുമ്പോഴൊക്കെ മാർക്കറ്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി DI സ്റ്റെപ്പിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓഗസ്റ്റിലെ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ കയ്യിൽ ഏകദേശം 2 ലക്ഷം കോടി 1.86 ലക്ഷം കോടി രൂപ, അതായത് ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ ഒരു ക്യാഷ് ആയിട്ട് ഒരു റിസർവ് കയ്യിൽ വെച്ചിട്ടുണ്ട് പുതിയ ഓഹരികളിലേക്ക് നിക്ഷേപിക്കാതെ തന്നെ. ഇത് മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം മാനേജ് ചെയ്യുന്ന അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെയും ക്യാഷ് ഹോൾഡിങ്സിനുള്ള കമ്പാരിസൺ ഒരു പെർസെൻറ്റേജ് അനുപാതത്തിൽ നോക്കുമ്പോൾ 5 വർഷത്തെ ഉയർന്ന നിലയിലാണ്. അതായത് നിക്ഷേപിക്കാതെ വെച്ചിരിക്കുന്ന പൈസ ഉയർന്ന നിലവാരത്തിലാണ്. അപ്പോൾ 2 ലക്ഷം കോടിയുടെ ഒരു ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശം ഇരിക്കുന്നത് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകമാണ്, പ്രത്യേകിച്ച് FIs സെല്ലിംഗ് തുടരുന്ന ഒരു ഘട്ടത്തിൽ. അപ്പം ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു വിശകലനമായിട്ട് നമുക്ക് ഈ ആഴ്ചത്തെയും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം വിപണിയിൽ തിരിച്ചടി തുടരുമോ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് നോക്കണം. 2 ദിവസത്തെ ഒരു ഗ്യാപ്പുണ്ട്. എന്നിരുന്നാലും ഒരു അടുത്ത ആഴ്ചയിൽ ക്ലൂ തരിക എന്നുള്ളത് മാത്രമാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 2 ദിവസമുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ അറ്റാക്ക് നടന്നതിൻ്റെ വാർഷികം വരുന്ന പശ്ചാത്തലത്തിൽ ഈ 2 ദിവസങ്ങളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ നമ്മൾ കടുത്ത നെഗറ്റീവിലോട്ടും അല്ലെങ്കിൽ അത്രയും വേഴ്സ് സിനാരിലോട്ട് പോകുന്ന രീതിയിലോട്ട് ക്ലാഷ് എസ്കലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നിലവിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരവും തിരിച്ചടികളൊക്കെ ഉണ്ടാവും. പക്ഷേ മാർക്കറ്റിന് വളരെ വേഴ്സ് സിനാരിലോട്ട് തള്ളിവിടുന്ന രീതിയിലേക്ക് നയിക്കപ്പെടത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ നിക്ഷേപരെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചില ഇൻപുട്സ് നൽകണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. അപ്പം പ്രധാനമായിട്ടും അടുത്ത ആഴ്ച സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q2 റിസൾട്ട് സീസൺ ആരംഭിക്കും. TCSൻ്റെ റിസൾട്ട് വരും. ഒക്ടോബർ 10-നാണ് ക്വാർട്ടർ റിസൾട്ട് പ്രഖ്യാപിക്കാം. അപ്പം അതിന് പിന്നാലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം വരും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാല്യുവേഷൻ്റെ ഹയർ ആണെന്നുള്ളത് നമ്മുടെ മാർക്കറ്റിനെ പറ്റി മിക്കപ്പോഴും നേരിടുന്ന ഒരു പരാതിയാണ്, അല്ലെങ്കിൽ എപ്പോഴും ചിലർ നെഗറ്റീവായിട്ട് പറയുന്നൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന ഈ നിലയിലേക്ക് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന റിസൾട്ടുകൾ മാർക്കറ്റിന് വലിയ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഘടകമാണ്. ഇനി എന്തെങ്കിലും സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ടുകൾ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആകും. അപ്പം അതായത് അടുത്ത ആഴ്ച മുതൽ Q2 റിസൾട്ട് അതായത് റിസൾട്ട് സീസൺ തുടങ്ങുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഓഹരി നിക്ഷേപം ഉള്ളവർ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഫോളോ ചെയ്യണം എന്നാണ് ഇതിനോട് ഉദ്ദേശിച്ച ഒന്നാമത്തെ ഘടകം. അതിനോടൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള RBIയുടെ റിസർവ് ബാങ്കിൻ്റെ പണനയ സമിതി MPC മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗും നടക്കുന്നുണ്ട്. ഒക്ടോബർ 7 മുതൽ 9 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 9-ാം തീയതി MPCയുടെ യോഗത്തിലെ തീരുമാനം, അതായത് റിപ്പോ റേറ്റിൻ്റെ സ്റ്റാറ്റസ് കോ എന്തായിരിക്കും എന്നുള്ളത് പ്രഖ്യാപിക്കും. നിലവിലത്തെ രീതിയിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചാൽ അതൊരു സർപ്രൈസ് ആകും. അതുകൊണ്ട് തന്നെ റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ അനുസരിച്ചിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇടിവിനൊരു തടയിടാനും അത് കഴിയുമെന്ന് നമുക്ക് കരുതാം. ഏറ്റവും പ്രധാനം RBIയുടെ കമൻട്രി, അതായത് 9-ാം തീയതി 10-10:30 ആകുമ്പോഴത്തേക്ക് അദ്ദേഹം വന്ന് നടത്തുന്ന ഒരു പ്രസ് മീറ്റ് ഉണ്ട്. അതിൽ ലൈവ് കമൻട്രിയൊക്കെ ലൈവായിട്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതിന് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ കമൻട്രിക്ക് ഒരു ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും നമ്മുടെ റിസർവ് ബാങ്ക് എന്താണ് വേൾഡ് എക്കണോമി, പ്രത്യേകിച്ച് ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ ടെൻഷനൊക്കെ ഉണ്ട് പശ്ചാത്തലത്തിൽ പറയുന്ന ഘടകങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്കൊരു ദിശാസൂചികകളാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അടുത്ത ആഴ്ച 2 നിയമസഭ ഇലക്ഷൻ നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വരും. അത് അത്ര കണ്ട് സ്വാധീനിക്കുന്നില്ല. മഹാരാഷ്ട്ര ഇലക്ഷനാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡൊമസ്റ്റിക്കലി നോക്കുമ്പം. പക്ഷേ എന്നിരുന്നാലും ഹരിയാന ജമ്മു കാശ്മീരിലും വരുന്ന റിസൾട്ട്, പ്രത്യേകിച്ചും BJPക്ക് ഒരു സിമ്പിൾ മെജോറിറ്റി ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അവിടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടെങ്കിൽ മാർക്കറ്റ് സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ബൂസ്റ്റ് നൽകുന്ന ഘടകമാണ്.
പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ വലിയ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാകുമെന്നല്ല പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് പോസ്റ്റ് റിസൾട്ട് BJP പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ സിമ്പിൾ മെജോറിറ്റി ഇല്ലാത്ത പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. 5-ാം തീയതി ആകുമ്പോൾ നാളെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ എക്സിറ്റ് പോളുകൾ വരും. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ക്ലൂ ഏകദേശം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ സെഗ്മെൻറ്റിൽ അതായത് വിപണിയിൽ തിരിച്ചടി തുടരുമോ? അപ്പോൾ വിപണിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു നോക്കിയാൽ ഇതിലൊരു പ്ലസ് പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 2024 നോക്കുകയാണെങ്കിൽ അതായത് നിഫ്റ്റി 5-6% വീഴുന്ന എന്തെങ്കിലും കാരണത്തിൽ ഒറ്റയടിക്ക് വീഴുന്ന ഒരു ഏകദേശം 6 സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ഒറ്റയടിക്ക് 5-6% ഒരു തിരുത്തൽ ചെറിയൊരു കറക്ഷൻ നേരിടുന്ന ഘട്ടങ്ങളിലെല്ലാം ഓൾമോസ്റ്റ് മിക്ക സമയങ്ങളിലും നിഫ്റ്റി ഒരു 50-day EMA നിലവാരത്തിൽ നിന്നും ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിലും നിഫ്റ്റി റെക്കോർഡ് ഹൈയിൽ നിന്ന് ഏകദേശം 26,300 നിലവാരങ്ങളിൽ നിന്നാണ് ഇപ്പം 25,000 നിലവാരങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. നോക്കുകയാണെങ്കിൽ 4.5% കറക്ഷൻ ഉണ്ടായിട്ട് റെക്കോർഡ് ഹൈയിൽ നിന്ന് ഏകദേശം 5% കറക്ഷൻ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ 5-6 ഒരു ട്രേഡിംഗ് സെഷനും കഴിഞ്ഞ് 5 ദിവസം നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നതും കണ്ടു. അതായത് പ്രൈസ് വൈസും ടൈം വൈസുമായിട്ടുള്ള ആ ഒരു കറക്ഷൻ ഏകദേശം ആയെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഈ 2024 വന്നിട്ടുള്ള ഈ 6 ഇൻസ്റ്റൻസിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെയെങ്കിൽ നിലവിലത്തെ 50-day EMA എന്ന് പറയുന്നത് 25,050 നിലവാരങ്ങളാണ്. ഓൾമോസ്റ്റ് ക്ലോസിങ് അവിടെ തന്നെയായിരുന്നു. സെറ്റിലിംഗ് പ്രൈസ് വന്നപ്പോഴാണ് 25,014 നിഫ്റ്റി മാറിയത്. അപ്പം ഈ ഒരു സപ്പോർട്ട് നിലവാരം ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് മുന്നേയുള്ള അനുഭവങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഇന്ന് പങ്കുവെക്കാനുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ താഴെയാണെങ്കിൽ 24,800 സ്ട്രോങ് സപ്പോർട്ടുണ്ട്. അവിടെ നിന്നെങ്കിലും ഇപ്പോഴത്തെ ഒരു തിരിച്ചടി, അതായത് അവിടെ ഇറാനിലെ പശ്ചിമേഷ്യൻ സംഘർഷം കൈവിട്ട് പോകുന്നോ അല്ലെങ്കിൽ വലിയ രീതിയിൽ എക്സ്കലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വിപണിയുടെ വീഴ്ചയ്ക്ക് 24,800 നിലവാരങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ 50-day EMAയിൽ നിന്നോ അല്ലെങ്കിൽ 24,800 അത് മേജർ റീട്രേസ്മെൻറ്റ് ഏരിയ കൂടിയാണ്. നേരത്തെ റാലിയുടെ ഒരു മേജർ റീട്രേസ്മെൻറ്റ് ഏരിയ കൂടിയാണ്. ഈ ഒരു സോണിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ 25,600-700 നിലവാരങ്ങൾ വരെയുള്ള റീബൗണ്ടിന് അടുത്ത ആഴ്ച സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തിരിച്ചടിയുടെ കാഠിന്യം കുറയുകയോ അല്ലെങ്കിൽ ഒരു റീബൗണ്ടിന് ശ്രമിക്കുകയോ ചെയ്യാമെന്ന് പറയാം. നിലവിലെ ഒരു ബെറിഷ്നെസ് ഫുള്ളി മാറിയെന്ന് പറയണമെങ്കിൽ 25,600 മേലെയുള്ള ക്ലോസിംഗ് DCCയിലെ ആയിട്ടുള്ള ബ്രേക്കിംഗുള്ള ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കതിന് പറയാൻ കഴിയൂ. പക്ഷേ എന്നിരുന്നാലും നിലവിൽ നമ്മൾ കണ്ടൊരു പോസിറ്റീവ് കാര്യം ഷെയർ ചെയ്യുന്നു മാത്രം. അതേപോലെ തന്നെ IT, മെറ്റൽ, ഫാർമ ഈ 3 സെക്ടറുകളും ഒരു റെസിലിയൻസ് കാണിക്കുന്നുണ്ട്. താരതമ്യേന അടി കുറവായിട്ടും ഇന്ന് IT പോസിറ്റീവായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു മെറ്റലിനും വലിയ തിരിച്ചടി നേരിട്ടിട്ടില്ല. അപ്പോൾ IT, മെറ്റൽ, ഫാർമ ഈ 3 സെക്ടറുകളിലും ഒരു റെസിലിയൻസ് നമുക്ക് കാണാം. തിരിച്ചുവരാനുള്ള ശ്രമം നമുക്ക് കാണാം. ഇപ്പം എന്നിരുന്നാലും ഇനി 2 ദിവസം അവധിയുണ്ട്. എന്ത് ഡെവലപ്മെൻറ്റ് വേണമെങ്കിലും നടക്കാം. പ്രത്യേകിച്ച് ഇസ്രായേൽ അറ്റാക്കിൻ്റെ 1ാം വാർഷികമൊക്കെ ഒക്ടോബറിൽ വരുന്നൊരു പശ്ചാത്തലത്തിൽ. പക്ഷേ നിലവിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഞായറാഴ്ചയും തീർച്ചയായിട്ടും ഒരു അനാലിസിസുമായി എത്തും. ആ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണോ സംഭവിക്കുന്നത് എല്ലാം കൂടെ നോക്കിയിട്ടും ഞായറാഴ്ച വീണ്ടും ഒരു അനാലിസിസായി എത്തും. നിലവിലത്തെ സാഹചര്യത്തിൽ അടുത്ത ആഴ്ചയ്ക്ക് 2-3 പോസിറ്റീവ് ഘടകങ്ങളുണ്ടെന്നൊരു സൂചന നൽകി ഈ ആഴ്ചയെ അവസാനിപ്പിക്കാൻ എന്ന രീതിയാണ് എത്തിയത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, കാര്യങ്ങൾ അക്കാഡമിക് പർപ്പസിൽ പങ്കുവച്ചെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞായറാഴ്ച കാണാം. നന്ദി, നമസ്കാരം.